പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ സാസുകയെ കാണിക്കുന്നു. അവൻ അവന്റെ ശരീരം കണ്ണുവെച്ച് ഇപ്പൊ ടോബിയെയും ദേദുറയും നോക്കി നിൽക്കുകയാണ്. അതിന് ദേദുറ ഉടനെ നിന്റെ കണ്ണു കണ്ടൊന്നും ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിന്റെ കഥ ഞാൻ കഴിക്കുമെന്ന് പറയുമ്പോ ഇപ്പൊ സാസുക അവൻ ചാടി വന്ന് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ ടോബിയെ വെട്ടിയെറിയും. ദേദുറ ഉടനെ ചാടി ഓടി അടുത്തുള്ള മരത്തിന്റെ മുകളിൽ കയറും. അപ്പൊ ദേദുറ അവൻ ടോബിയോട് വിളിച്ചു ചോദിക്കും, അയ്യോ നിനക്ക് എന്തു പറ്റി, നിന്റെ സേഫ്റ്റി സ്ക്വാഡ് അതെവിടെ? ഉടനെ വെട്ടുകൊണ്ട് വീണ ടോബി അവനിപ്പോ ചാടി എഴുന്നേക്കും. ആക്ച്വലി ടോബിക്ക് ഒരു പ്രധാനപ്പെട്ട പവർ ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോ നമുക്ക് റിവീൽ ആവും. ദേദുറ അത് കണ്ട ഉടനെ ഇപ്പൊ ഒരുപാട് ബോംബുകൾ എടുത്ത് സാസുകയ്ക്ക് നേരെ വലിച്ചെറിയും. ഉടനെ സാസുക അവൻ ചിത്തോരി പവർ എടുത്ത് ആ ബോംബുകളെല്ലാം തന്നെ ഇപ്പൊ തിരിച്ച് അവർക്ക് നേരെ അടിച്ചു തെറിപ്പിക്കും. അപ്പൊ ടോബി വിളിച്ചു പറയും, എടാ ബോംബ് എറിയരുത്, ഇതിന്റെ ഇടയില് ഞാനും ഉണ്ട്, ചിലപ്പോ ആദ്യം കാറ്റ് പോകുന്നത് അതെന്റെ ആയിരിക്കും. അപ്പൊ അതിൽ ഒന്ന് രണ്ട് ബോംബ് അത് തെറിച്ചു പോയി ദേദുരയുടെ തൊട്ടടുത്ത് നിന്ന് ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അതിന് ടോബി അയ്യോ അവൻ മരിച്ചുപോയോ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ ദേദുര ആവട്ടെ അവൻ കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ടോബിയുടെ അടുത്ത് വരും. എനിക്കൊരു പോറല് പോലും പറ്റിയിട്ടില്ല, ഞാൻ ഓക്കെയാണ്. അപ്പൊ ഇവിടെ സാസുവയ്ക്ക് മനസ്സിലാവും അവൻ അവന്റെ കയ്യിലൂടെ ക്ലേ ഉപയോഗിച്ചാണ് ബോംബ് ക്രിയേറ്റ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ ദേദുര വീണ്ടും ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞ് അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് ഇപ്പൊ രണ്ട് ടെടികളെ ക്രിയേറ്റ് ചെയ്യും. സാസുക ആ ടെടികളെ അവന്റെ വാള് വെച്ച് വെട്ടിയെറിയും. പക്ഷെ അവൻ വെട്ടിയെറിഞ്ഞ പീസുകള് അത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് ഇപ്പൊ സാസുകയുടെ അടുത്തേക്ക് തന്നെ വീണ്ടും വരാൻ തുടങ്ങും. അവസാനം നമ്മുടെ ആള് ഇപ്പൊ ചിത്തോരി പവർ എടുത്ത് ആ ഒരു ടെടികളെ ഇപ്പൊ വെട്ടിയെറിയാണ്. അവസാനം ദേദുര അവൻ ഒരുപാട് ഡോളുകളെ ഇറക്കി ഇപ്പൊ സാസുകയ്ക്ക് ചുറ്റും നിർത്തി അവറ്റകളെല്ലാം തന്നെ ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. പക്ഷെ സാസുക അവൻ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടും. ദേദുര വിടില്ല, അവൻ വീണ്ടും ക്ലേ ഉപയോഗിച്ച് വലിയൊരു ഡ്രാഗണെ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യും. പെട്ടെന്ന് ആ ഡ്രാഗൺ ചാടി വന്ന് അതിന്റെ വായിലൂടെ ഒരുപാട് ബോംബുകള് ഇപ്പൊ പുറത്തേക്ക് തുപ്പും. ദേദുര വീണ്ടും ഇപ്പൊ കൊച്ചു കൊച്ചു ഡ്രാഗൺസിനെ അയച്ച് സാസുക ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാസുക ടോബി എവിടെയെന്ന് പറഞ്ഞ് ഇപ്പൊ ചുറ്റും നോക്കും. പക്ഷെ അവരിറക്കിയ ആ കുഞ്ഞു കുഞ്ഞു ബോംബുകളും ടോബിയെയും അവിടെ കാണാനുണ്ടാവില്ല. ഇവിടെ സാസുക വിട്ടുകൊടുക്കാതെ ഇപ്പൊ അറഞ്ചം പൊറഞ്ചം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സാസുക ചിത്തോരി പവർ എടുത്ത് ഇപ്പൊ ദേദുരയ്ക്ക് നേരെ ഓടി വരും. അപ്പോഴാണ് ദേദുര അവനെ ചിത്തോരി പവർ കാണുക. 5 മീറ്റർ ദൂരത്ത് നിന്നാല് അവന്റെ ചിത്തോരി പവർ അത് അടുക്കില്ലെന്ന് മനസ്സിലാക്കി ദേദുര ആവട്ടെ ഇപ്പൊ പറന്നകലും. അപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും അവൻ എന്റെ ചിത്തോരി പവറിന്റെ ഡിസ്റ്റൻസ് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ദേദുര പറയും, ഇത്തവണ തീർച്ചയായിട്ടും അവന്റെ പുക ഞാൻ കാണൂന്ന് പറഞ്ഞ് ആ ഡ്രാഗണുമായിട്ട് ഇപ്പൊ സാസുകയ്ക്ക് നേരെ പാഞ്ഞടുക്കാണ്. സാസുക പുറകോട്ട് പോയി അവിടെ ഒരു ഭാഗത്ത് സ്റ്റക്കായിട്ട് നിൽക്കുമ്പോ അവനാവട്ടെ അവന്റെ ക്ലേ ഉപയോഗിച്ച് ഇപ്പൊ വീണ്ടും സാസുകയെ പൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കുകയാണ്. യാഹൂ! അങ്ങനെ ഇത്തവണ ഞാൻ കറക്റ്റ് ആയിട്ട് അവനെ നശിപ്പിച്ചു. നമ്മുടെ സാസുക അവൻ ഓൾറെഡി ആ കേഴ്സ് മാർക്കിന്റെ പവർ ഉണ്ട്, അവൻ ആ പവർ ഉപയോഗിച്ച് ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരും. ദേദുര ആവട്ടെ അതുകൊണ്ട് ഷോക്കാവും. ഇവിടെ ടോബി അവൻ മണ്ണ് തുറന്ന് പുറത്തു വരുമ്പോ അവിടെ ആരെയും കാണാനുണ്ടാവില്ല. അപ്പൊ ദൂരത്തായിട്ട് ഇപ്പൊ അവൻ ദേദുരയെ കാണും. അവൻ വിളിച്ചു പറയും, ദേദുര നീ പറഞ്ഞതുപോലെ ബോംബൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തു, ഇനി എവിടെ തീയിട്ടാലും ബോംബ് കറക്റ്റ് ആയിട്ട് പൊട്ടിത്തെറിക്കും. അതിന് ദേദുര വെരി ഗുഡ് ടോബി, ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം, നീ അവിടെ ഓടി രക്ഷപ്പെട് എന്നിപ്പോ അവനോട് വിളിച്ചു പറയും. ഉടനെ സാസുക കൺഫ്യൂസ്ഡ് ആയിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞ് അവനിപ്പോ ടെൻഷൻ അടിച്ചു നിൽക്കും. അവൻ അവന്റെ സ്ക്വാഡ് എടുത്ത് നിലത്തിട്ട് ഇപ്പൊ അതിലേക്ക് ചിത്തോരി പവർ കൊണ്ടുവരും. അപ്പൊ വില്ലൻ സ്പീഡിൽ അങ്ങോട്ട് വരുന്നത് കാണുമ്പോ ഇപ്പൊ സാസുക ആവട്ടെ അവന്റെ പിന്നാലെ ചെന്ന് ഒരുപാട് ഷുരീങ്കൻ ഇപ്പൊ അവന് നേരെ വലിച്ചെറിയും. സാസുക അവന്റെ സ്ക്വാഡ് നിലത്തിട്ട് അതിൽ ചവിട്ടി ഇപ്പൊ ചാടിക്കറങ്ങി ആ ഒരു ഡ്രാഗണെ തന്നെ ഇപ്പൊ രണ്ടായി വെട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. അതുകൊണ്ട് ദേദുര ഷോക്കാവും. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൻ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും സാസുകയുടെ അടുത്തൊരു ഷുരീങ്കൻ അവന്റെ കൈ തന്നെ വെട്ടിയെറിഞ്ഞ് ആ ഒരു ക്ലേയില് അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. അപ്പോഴേക്കും ഈ ഡ്രാഗൺ അത് ഓൾമോസ്റ്റ് താഴേക്ക് എത്തി അടുത്ത സെക്കൻഡിൽ തന്നെ ഇപ്പൊ അത് താഴെ വീണ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. സാസുക അവന്റെ സ്നേക്ക് പവറില് ഇപ്പൊ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവൻ പതിയെ പതിയെ ആ ഒരു കേഴ്സ് പവർ അത് കുറയ്ക്കും. ടോബി ആണെങ്കില് ഇതൊക്കെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ദേദുര അവനൊരു പോറല് പോലും ഏറ്റിട്ടില്ല. അവന്റെ കൈ തന്നെ മുറിച്ച് അവിടുന്ന് ചാടി ഓടി ക്ലേ ഉപയോഗിച്ച് വീണ്ടും ഒരു പക്ഷിയെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മുകളില് ഇപ്പൊ ഹായായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും കണ്ടിട്ട് ഇപ്പൊ സാസുകയ്ക്ക് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. അപ്പൊ ദേദുര അവൻ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. ആദ്യമായിട്ട് അക്കാസ്കി ടീമിലേക്ക് വന്ന
ആ ഒരു ദിവസം. സാസുരി, കിസമി, ഹിറ്റാച്ചി അങ്ങനെ ഒരുപാട് പേര്. സാസുരി ആണെങ്കിൽ ഇപ്പൊ ദേദുരെ നോക്കി പുച്ഛിക്കും, ഇങ്ങനെ ഒരു ചെറിയ ചെക്കൻ അക്കാസ്കി ഗ്യാങ്ങില് എങ്ങനെ മെമ്പറായി. അപ്പൊ കിസമി അവനിപ്പോ ദേദുരെ നോക്കി കളിയാക്കും, നീ വെറും ഒരു ബോംബ് മേക്കറാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറയുമ്പോ അതിന് ദേദുര പറയും, നിന്നെ പോലെ ഞാനും ഈ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്, നിനക്ക് കുറച്ചെങ്കിലും റെസ്പെക്ട് എനിക്ക് തന്നൂടേന്ന് ചോദിച്ച് അവനവന്റെ പവർ അത് കാണിക്കാൻ തുടങ്ങും. എനിക്ക് ക്ലേ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ദേദുര ആവട്ടെ അവന്റെ ക്ലേ വെച്ച് ഇപ്പൊ ബോംബുകൾ ഉണ്ടാക്കി കാണിക്കും. അതിനവൻ പറയും, ഈ ഒരു ക്ലേ ബോംബ് കൊണ്ട് എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഈസി ആയിട്ട് എന്നെ കൊണ്ട് കൊല്ലാൻ കഴിയും. ഇതാണ് എന്റെ യഥാർത്ഥ ആർട്ട്, ദ റിയൽ ആർട്ട് ഓഫ് കില്ലിംഗ് എന്ന് പറയുമ്പോ അവര് 3 പേരും വണ്ടറടിച്ച് അവനെ നോക്കി നിൽക്കും. അതിന് ഹിറ്റാച്ചി ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഇപ്പൊ ദേദുരയോട് പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്ത്, നിനക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാ തീർച്ചയായിട്ടും ഇന്നു മുതൽ നീ അക്കാസ്കിയിലെ ഒരു മെമ്പർ ആയിരിക്കും. അത് കേട്ടുടൻ ഇപ്പൊ ദേദുര ആവട്ടെ ഹിറ്റാച്ചി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ദേദുര ഓടി വന്ന് ഒരു പാമ്പിനെ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് ബോംബുകള് ഇപ്പൊ ഹിറ്റാച്ചിക്ക് നേരെ ചറ പറന്ന് വലിച്ചെറിയും. പക്ഷെ ഹിറ്റാച്ചി അവൻ ഹായ് ആയിട്ട് അതിൽ നിന്ന് എല്ലാം രക്ഷപ്പെടും. പക്ഷെ ദേദുര അവൻ വിട്ടുകൊടുക്കില്ല. അവൻ ക്രിയേറ്റ് ചെയ്ത ആ പാമ്പിനെ ഉപയോഗിച്ച് ഹിറ്റാച്ചി അവൻ ചുറ്റി വലിക്കും. ദേദുര പറയും, അടുത്ത നിമിഷം ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്. അതിന് ഹിറ്റാച്ചി അവൻ ദേദുരയോട് പറയും, അതിനു മുൻപ് നീ ആദ്യം നിന്നെ ഒന്ന് നോക്ക്. അപ്പോഴായിരിക്കും ദേദുര കാണുക അവൻ ഓൾറെഡി ഇപ്പൊ ഗെൻജിപ്സ് ഉപയോഗിച്ച് ദേദുരയെയും ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതെപ്പോ സംഭവിച്ചു എന്നറിയാതെ അവനിപ്പോ വണ്ടടിച്ചിരിക്കും. അതിന് കിസാമി പറയും, ഇത്ര ചെറുപ്പത്തിലെ ഇവൻ മരിക്കാൻ പോവാണോ? നീ ഇവിടേക്ക് വന്നപ്പോ തന്നെ ഹിറ്റാച്ചി ഈ ഒരു ഗിഞ്ചിപ്സുവില് നിന്നെ ലോക്ക് ചെയ്തിരുന്നു. അപ്പൊ അവൻ ഹിറ്റാച്ചിയെ നോക്കും. ഇപ്പൊ അവന്റെ ചുറ്റും എന്തോ ഒരു വെളിച്ചം വന്ന് ഹിറ്റാച്ചിയുടെ ലുക്ക് കണ്ടു തന്നെ ഇപ്പൊ ദേദുര വണ്ടടിക്കും. ഈ ഒരു ആർട്ട് അത് ശരിക്കും അടിപൊളിയായിരിക്കുന്നു. അപ്പൊ അവൻ ചിന്തിക്കും, ഞാൻ മറ്റുള്ളവരുടെ ആർട്ട് വർക്ക് കണ്ടെന്തിനാ ഇത്രയും വണ്ടടിക്കുന്നേ? ഒരിക്കലും ഞാൻ മറ്റുള്ളവരെ പുകഴ്ത്താൻ പാടില്ല. അങ്ങനെ വന്ന ഒരു പക്ഷേ എന്റെ സെൽഫ് കോൺഫിഡൻസ് അത് കുറഞ്ഞു പോകുന്നു പറഞ്ഞ് അവൻ ഹിറ്റാച്ചിയെ നോക്കുമ്പോ അപ്പൊ ഹിറ്റാച്ചി പറയും, ഈ ഒരു ബാറ്റില് നീ തോറ്റു പോയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ദേദുര ആവട്ടെ അതൊക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അന്ന് നിന്റെ ചേട്ടൻ എന്നെ അപമാനിച്ചു, ഇപ്പൊ നീയും നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ ക്ലേയുമായിട്ട് ഇപ്പൊ സാസുകെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ദേദുരയ്ക്ക് കലിമൂത്ത് അവനവന്റെ പല്ല് തന്നെ ഇപ്പൊ കടിച്ചമർത്താണ്. ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ നിൽക്കുമ്പോഴും അവൻ ആ ക്ലേ അതിപ്പോ കടിച്ചു പറിച്ച് തിന്നാൻ തുടങ്ങും. ടോബി അത് നോക്കി നിൽക്കുമ്പോ ഇപ്പൊ ദേദുര വിളിച്ചു പറയും, ടോബി ഓടിക്കോ, ഞാൻ ഈ സ്ഥലം തന്നെ ഇപ്പൊ തകർക്കാൻ പോവാണ്, ജീവൻ വേണമെങ്കില് നീ ഓടി രക്ഷപ്പെട്ടോ. അവൻ ആ ക്ലേ ഉപയോഗിച്ച് ഇപ്പൊ അവനെ പോലെ തന്നെ വലിയൊരു രൂപം അവിടെ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് സാസുക പേടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.